ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം വെക്കേഷനൊക്കെ തുടങ്ങി, അപ്പം കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യൻ്റെ സാധനങ്ങൾ, എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത്, അതിൻ്റെ മരുന്നും എല്ലാം പാക്ക് ചെയ്ത് 2 ബാഗിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ പോകണം, അതുകൊണ്ട് തലേന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്തെല്ലാം വെച്ചു, എല്ലാം നീറ്റാക്കി എല്ലാം ഇട്ടു. അപ്പം രാവിലെ തന്നെ പോകണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് കുളിച്ച് ആദ്യം റെഡിയാക്കി അങ്ങ് പോവുകയാണേ. കാരണം വെയിലടിക്കുന്നതിന് മുന്നേ പോകണം. ആദ്യം വെയിലിൽ കുറച്ച് അലർജി ഉണ്ടായതുകൊണ്ട് രാവിലെ തന്നെ പോകണം. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വീട്ടിലെത്തിയിട്ടാണ് ബാക്കി ആദ്യനെ കുളിപ്പിച്ചതും ആഹാരം കൊടുത്തതും എല്ലാം. അങ്ങനെ ആദ്യനെ കുളിപ്പിച്ച് അതിന് ആഹാരം എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യനും ആഹാരം എല്ലാം കൊടുത്ത് ഞാനും ആഹാരം എല്ലാം കഴിച്ചു. പിന്നെ ഞാൻ പോയൊന്ന് ജസ്റ്റ് ഫ്രഷായി, കാരണം ഭയങ്കര ചൂടും ആണ്. അത് കാരണം രാവിലെ തന്നെ പോയൊന്ന് ജസ്റ്റ് മേലൊക്കെ കഴുകി വന്നേ. അങ്ങനെ കുളിച്ച് ഫ്രഷായി എല്ലാം വന്നപ്പോഴത്തേക്കും അനിയത്തി കാപ്പി ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ചിട്ട് പിന്നെ ആദ്യം ഒരു 11 മണി ആയപ്പോഴത്തേക്കും ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് വൈകിട്ടത്തെ ഒരു വീഡിയോ ആണ്. അങ്ങനെ കുറച്ച് നേരം വെളിയിൽ വൈകിട്ട് ചായ കുടിച്ചിട്ട് വെളിയിലൊക്കെ ഒന്ന് നിന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. അങ്ങനെ ഒരു 5:30-6 മണിയായപ്പോഴത്തേക്കും കാവ്യ വെള്ളം ഒഴിക്കാനായിട്ട് വന്നു. അങ്ങനെ കുറച്ച് നേരം ഞാനും അതൊക്കെ നോക്കി നിന്നേ. അപ്പോൾ അച്ഛൻ നട്ടിട്ടുള്ള കുറച്ച് തക്കാളിയും ചീരയൊക്കെയാണ്. അങ്ങനെ അതെല്ലാം കണ്ട് നിന്നതിന് ശേഷം വിളക്ക് കത്തിക്കാറായി. അപ്പോഴത്തേക്ക് പോയി കുളിച്ച് റെഡിയായി വന്ന് ഞാനും അതും. അപ്പോഴത്തേനും അമ്മൂമ്മ വിളക്കെല്ലാം കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നാമം ചെല്ലാനിരുന്നേ. അപ്പം ഞാൻ ഇതിന് മുന്നേ അതിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു 7 മാസം വരെ കണ്ടിന്യൂ ചെയ്തൊരു ശീലമായിരുന്നു ജയ് ശ്രീറാം എഴുതുക എന്നുള്ളതും വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും കേൾക്കുക എന്നുള്ളതും. പറ്റിയാൽ ചൊല്ലും. അങ്ങനെ ആ ഒരു ശീലം വീണ്ടും തുടങ്ങി ജയ് ശ്രീറാം എഴുതുക എന്നുള്ളത്. അങ്ങനെ അത് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു കാര്യത്തിനും ടെൻഷനോ പേടിയോ ഒന്നും വരത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം ഒരു ഏത്തക്കയൊക്കെ പുഴുങ്ങി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്